ചുരുക്കം സിനിമകളോടെ എത്തി പ്രേക്ഷകരുടെ പിടിച്ചുപറ്റി അത്യുന്നതങ്ങളിൽ നിന്ന് നിമിഷനേരം കൊണ്ട് അപ്രത്യക്ഷമാക്കുന്ന നിരവധി പേരാണ് സിനിമാ മേഖലയിൽ കാണാൻ പറ്റാറുള്ളത്. കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ കൊയ്തവരും ഒന്നുമല്ലാതെ തീർന്നവരും നിരവധിയാണ്. ചിലർ സിനിമയിൽ നിന്ന് സ്വയം വിട്ടു നിൽക്കുമ്പോൾ മറ്റു ചിലർ പലരുടെ നിർബന്ധങ്ങൾക്ക് വിധേയമാകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ ദുരന്ത പര്യവസാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ വെള്ളത്തിരയിൽ നിറഞ്ഞാടിയ താരമാണ് നടി വിജയ് അശ്വന്ത്. 16-ാമത്തെ വയസ്സിൽ സിനിമയിലേക്ക് എത്തിയ താരം ചുരുങ്ങിയ സമയം കൊണ്ടാണ് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഗംഗെ അമരന്റെ കോഴിക്കൂവരുത് എന്ന ചിത്രത്തിലൂടെ പ്രഭുവിന്റെ നായികയാണ് വിജയുടെ അരങ്ങേറ്റം കുറിച്ചത്. രണ്ടാമത്തെ ചിത്രമായ സാച്ചിയിൽ നായകനായി വിജയകാന്തായിരുന്നു. ഇതിനു പിന്നാലെ കാർത്തിക്, രാജേന്ദ്രൻ, നന്ദമൂരി ബാലകൃഷ്ണ, രജനികാന്ത്, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നായകന്മാർക്കെല്ലാം ചെറുപ്രായത്തിൽ തന്നെ വിജയ്ക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചു. എന്നാൽ ഇതിനിടയിൽ 1996 ഇളയ ദളപതി വിജയുടെ പൂവൈ ഉനങ്ങാകെ എന്ന ചിത്രത്തിൽ ഒരു ഗാനരാഗം ചെയ്തുകൊണ്ടിരിക്കവേ വിജിക്ക് നടുവേദനയും ഇടുപ്പുവേദനയും അനുഭവപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ താരത്തിന് സുഷുമ്നാനാഡി ശസ്ത്രക്രിയ വിധേയയായി. എന്നാൽ ശസ്ത്രക്രിയ പിഴവ് മൂലം ഗുരുതരമായ മുറിവും അണുബാധ സംഭവിക്കുകയും നടിയുടെ ജീവിതം ദുരിതപൂർവമായി മാറുകയും ചെയ്തു. ചികിത്സാ പിഴവുകൾ പരിഹരിക്കാൻ വിജി ഒന്നിലധികം ശസ്ത്രക്രിയകൾക്ക് വിധേയമായി. ഏകദേശം 3 വർഷത്തിനു ശേഷം സുഖം പ്രാപിക്കുകയും ചെയ്തു. നടിക്ക് സിനിമാ മേഖലയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള വിജയകാന്ത് നടിക്ക് പരമാവധി സഹായങ്ങളാണ് ചെയ്തത്. തുടർന്ന് 2000-ൽ സിംഹാസനം എന്ന ചിത്രത്തിലൂടെ നടി തിരിച്ചുവരവ് നടത്തി. ഇതായിരുന്നു വിജിയുടെ അവസാന ചിത്രം. 2000 നവംബർ 20-ന് ചെന്നൈയിലെ വീട്ടിൽ വിജി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. അവരുടെ മരണം ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയെ ഞെട്ടിച്ചു കളഞ്ഞു. പ്രമുഖ സംവിധായകനുമായി നടി പ്രണയത്തിലായിരുന്നെന്നും സംവിധായകൻ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.